നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്കൊന്ന് എത്തി നോക്കാം. ഈ വ്യക്തി നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സത്യങ്ങൾ തന്നെയാണ്. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ വ്യക്തി ഇത്രയും കാലം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഈ വ്യക്തിയുടെ മുഖം നന്നായി ഓർത്തുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. ഇവിടെ പോസിറ്റീവായി നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിലും പ്രപഞ്ചത്തിലും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ പേഴ്സൺ. ഈ വ്യക്തിക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനമുണ്ട്, ചിന്താഗതികളുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒന്നിനെയും അടിച്ചേൽപ്പിക്കില്ല. എന്തും വേണമെന്ന് വാശി പിടിക്കുകയില്ല. എല്ലാം അതിൻ്റെതായിട്ടുള്ള ഒഴുക്കിൽ മുന്നോട്ട് പൊയ്ക്കോളും എന്ന് വിചാരിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് ഈ വ്യക്തിക്കുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി ഒന്നിനോടും ഒരു ക്രേവിങ്സും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. വളരെയധികം താല്പര്യം, വേണമെന്നുള്ള വാശി, ദേഷ്യം, ഇത്തരം കാര്യങ്ങൾ ഒന്നും തന്നെയില്ല. വളരെയധികം നിർമ്മലനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. മനസ്സിൽ സങ്കടം, സന്തോഷം, ദേഷ്യം ഇവയെല്ലാം തന്നെ വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ പ്രകടിപ്പിക്കും. പക്ഷേ അത് അധികം നേരം ഈ വ്യക്തി മനസ്സിൽ വെച്ചിരിക്കുകയില്ല. ഈ വ്യക്തി നിങ്ങളോട് പറയുന്ന ഭൂരിഭാഗം കാര്യങ്ങളും സത്യസന്ധമായിട്ടുള്ള രീതിയിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ വ്യക്തിയുടെ ഹൃദയം വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ഓർത്തിട്ട് തന്നെയാണ്. ഈ പ്രണയബന്ധത്തിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളെ ഓർത്തിട്ട് തന്നെയാണ്. പക്ഷെ പതുക്കെയാണെങ്കിലും വളരെ സ്റ്റഡി ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. നന്നായി യാത്ര ചെയ്യാനൊക്കെ ഈ വ്യക്തിക്ക് വളരെയധികം ഇഷ്ടമാണ്. അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന രീതിയിലുള്ള ഒരു ജോലിയായിരിക്കാം ഈ വ്യക്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധാരാളം സ്ഥലങ്ങൾ കാണുവാനും നിങ്ങളുമായി ഒരുമിച്ചുള്ള യാത്രകളാണ് ഈ വ്യക്തി എപ്പോഴും മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി ഒറ്റയ്ക്ക് എവിടേക്കെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരുമായി എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യം ഓർക്കുവാൻ തന്നെയാണ് എപ്പോഴും നേരം. നിങ്ങളുമായുള്ള ഓരോ നിമിഷവും പുതിയ തുടക്കമായിട്ട് തന്നെയാണ് ഈ വ്യക്തി കണക്കിലെടുക്കുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളല്ലാതെ മറ്റാരുമില്ല എന്നുള്ളൊരു മനസ്സിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചില സമയത്ത് ഈ വ്യക്തി വളരെയധികം ഇമോഷണലായി പോകുന്നതായി നമുക്കിവിടെ കാണാം. ഒരുപക്ഷെ തൻ്റെ വിഷമവും അല്ലെങ്കിൽ തൻ്റെ വ്യക്തിപരമായിട്ടുള്ള സങ്കടങ്ങളൊന്നും തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരുപക്ഷെ പ്രകടിപ്പിക്കുന്ന വ്യക്തിയായിരിക്കാം, ഇല്ലെങ്കിൽ തീരെ പ്രകടിപ്പിക്കാത്ത ആളായിരിക്കാം. പക്ഷേ എന്തൊക്കെയാണെങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, നിങ്ങളുമായി ഒരല്പസമയം സംസാരിച്ച് സന്തോഷിച്ച് ഇരിക്കുവാൻ തന്നെയാണ് ഈ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് കള്ളങ്ങൾ പറയാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുകയില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം ഏതാനും ചില കള്ളങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതായി കാണപ്പെടുന്നു. അല്ലാത്ത പക്ഷം ഈ വ്യക്തിക്ക് നിങ്ങളോടൊപ്പം തന്നെ കൂടി ചേർന്ന് നിൽക്കുവാൻ തന്നെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. നിങ്ങളും കൂടി ഉപേക്ഷിച്ചു പോയി കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഇനി ഇങ്ങനെ ഒരു പുതുമയേറിയ സത്യസന്ധമായ ഒരു ബന്ധം ഇനി ഉണ്ടാകില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിലനിൽക്കുന്നത്. ഇവിടെ ആത്മീയപരമായിട്ടുള്ള ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി. രണ്ടിൻ്റെയും ജീവിതം എങ്ങനെയാണ് എന്നുള്ളത് താരതമ്യം ചെയ്യുന്നു. ആത്മീയപരമായിട്ടുള്ള രീതിയിലേക്ക് ഈ വ്യക്തി പോകുവാൻ പല സമയത്തും ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ഒറ്റയ്ക്കുള്ള ജീവിതമായിരിക്കാം, അല്ലെങ്കിൽ ഈ പ്രണയബന്ധം അവസാനം വരെയും ഉണ്ടാകുമോ എന്നുള്ള പേടിപ്പെടുത്തുന്ന ഭയാനകരമായിട്ടുള്ള ചോദ്യങ്ങളും ഈ വ്യക്തിയുടെ മനസ്സിൽ ഉടലെടുക്കാറുണ്ട്. ഇത്തരം ചോദ്യങ്ങളും ആശങ്കകളും ഈ വ്യക്തിയുടെ മനസ്സിൽ വരുമ്പോൾ പോലും നിങ്ങളുടെ ആ ഒരു മനോഹരമായ ചിരിയും സംസാരവും മുഖവും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മോട്ടിവേഷൻ നൽകുന്ന സംസാരവും ഒക്കെ കേൾക്കുമ്പോൾ, മനസ്സിൽ ഓർക്കുമ്പോൾ ഈ വ്യക്തിക്ക് സമാധാനം ലഭിക്കാറുണ്ട്.
അതുകൊണ്ട് ഏതൊക്കെയോ മേഖലകളിൽ, ജീവിതത്തിന്റെ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ നിങ്ങൾ തന്നെയാണ് അന്നും ഇന്നും ഈ വ്യക്തിക്ക് ആശ്വാസമായിട്ടുള്ളത്. ഈ വ്യക്തി പലപ്പോഴും വിചാരിക്കും, നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഈ വ്യക്തി എന്ത് ചെയ്താനെ, എങ്ങനെ ജീവിച്ചാനെ എന്നുള്ളത്. അതുകൊണ്ട് ധാരാളം യാത്രകൾ ചെയ്യുവാനും അതിൽ നിങ്ങളുടെ കൈകോർത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് പോലെയുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മൂർച്ചയേറിയ ഒരു ആയുധം തന്നെയാണ് നിങ്ങളുടെ സ്നേഹം. അത് ഒരായുധമായി ഈ വ്യക്തി കണക്കാക്കുന്നത് ഈ വ്യക്തിക്ക് മറ്റാരും കൂടെ ഇല്ലാത്തത് കൊണ്ടൊന്നുമില്ല. ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ എപ്പോഴും പ്രചോദനമായിട്ടുള്ളതും മനസ്സിനെ വളരെയധികം കോൺഫിഡൻസ് കൊണ്ടുവന്നിട്ടുള്ളതും നിങ്ങളുടെ സ്നേഹം തന്നെയാണ്. ഈ വ്യക്തിയുടെ ഓരോ ചിന്തകളിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ പേഴ്സൺ സംസാരിക്കും. അത് സ്വപ്നമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് തുറന്നു പറയുന്ന ഒരു പ്രകൃതമായിരിക്കാം. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും വിശ്വസിക്കാൻ കഴിയാത്തതായിരിക്കാം. പക്ഷെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് മുഴുവനുമായി പറയുക തന്നെ ചെയ്യും. ഇവിടെ പ്രപഞ്ച ശക്തിയിലും മറ്റ് ദൈവവിശ്വാസങ്ങളിലുമൊക്കെയും ഈ വ്യക്തി നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ആത്മീയപരമായിട്ടുള്ള രീതിയാണെങ്കിലും ഭൗതിക സുഖങ്ങളാണെങ്കിലും എല്ലാത്തിനെ കുറിച്ചും ഈ വ്യക്തിക്ക്, ഈ പേഴ്സണ് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഈ വ്യക്തമായ കാഴ്ചപ്പാടിലൂടെ ഈ വ്യക്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കുടുംബ ജീവിതമോ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു ജീവിതം തന്നെയാണ്. നിങ്ങളുമായി എങ്ങനെയുള്ള ജീവിതമായിരിക്കും അംഗീകരിക്കപ്പെടുക എന്നുള്ളതിനെ കുറിച്ച് ഈ വ്യക്തിക്ക് വ്യക്തമായ ധാരണയുണ്ട്. ആ ധാരണ ഉള്ളത് കൊണ്ട് തന്നെ സമാധാനപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാം എന്നുള്ള ചിന്തകളിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ധൃതി വെച്ചിട്ടോ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടോ കാര്യമില്ല എന്നുള്ളത് ഈ വ്യക്തിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഈ പ്രണയബന്ധത്തെക്കുറിച്ച് കൂടുതൽ അനാവശ്യമായി നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ട് മനസ്സിനെ കളങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ മോശ എനർജിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ യാതൊരു തരത്തിലുമുള്ള ചിന്തകളും ഈ വ്യക്തി ചിന്തിക്കാറില്ല. കഴിവതും മനസ്സും ശരീരവും ഹൃദയവും ചിന്തകളും എല്ലാം തന്നെ പോസിറ്റീവായി വെക്കാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ആത്മീയപരമായിട്ട് എവിടെയൊക്കെയോ ഈ വ്യക്തി എത്തിച്ചേർന്നിട്ടുണ്ട്. ആത്മീയപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ പൂർവകാല ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഓരോന്നും ഈ വ്യക്തി എണ്ണി എണ്ണി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളെ കണ്ടുമുട്ടുന്നതിന് മുൻപുള്ള ജീവിതമോ അല്ലെങ്കിൽ അതിനു മുൻപും ഉള്ള ജീവിതമോ ജീവിത സാഹചര്യമോ ജീവിക്കുന്ന പശ്ചാത്തലമോ വളരെയധികം നെഗറ്റീവായിരിക്കാം. അതൊക്കെ ഈ വ്യക്തിയെ ഒരു പരിധിവരെ ബാധിച്ചിട്ടുമുണ്ട്. ചിലപ്പോൾ കള്ളങ്ങൾ പറയുവാനും തെറ്റുകൾ ചെയ്യാനും ഒക്കെ പ്രേരണയായിട്ടുണ്ട്. നല്ലത് പറഞ്ഞു കൊടുക്കാൻ, നല്ല വഴികാട്ടിയാകാൻ കൂടെ ആരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിലൂടെ തന്നെയാണ് ഈ വ്യക്തി സർവ്വ സ്വഭാവങ്ങളും പഠിച്ചെടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം കൊണ്ട്, ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു മനുഷ്യനെ വാർത്തെടുക്കുവാൻ സാധിച്ചു. ആ വാർത്തെടുക്കൽ എന്ന് പറയുന്നത് അത്രയും മനോഹരമായിരുന്നു. ചിലപ്പോഴൊക്കെ ഈ വ്യക്തി തമാശയ്ക്ക് നിങ്ങളെ തള്ളിപ്പറയുന്നത് പോലെ ഒക്കെ പറഞ്ഞേക്കാം. പക്ഷെ അത് കേവലം തമാശകൾ കൊണ്ട് മാത്രമാണ്. മനസ്സിലേക്ക് ഏറ്റെടുക്കുന്ന രീതിയിൽ ഒന്നും ഈ വ്യക്തിയെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കുകയില്ല. അതുമാത്രമല്ല, ഏറ്റവും മനോഹരമായി ഇവിടെ പറയുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ സാന്നിധ്യം തന്നെയാണ് ഈ വ്യക്തിയെ കൂടുതൽ കൂടുതൽ പോസിറ്റീവ് പ്രേരണയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയായാലും ഇന്നത്തെ വായന വളരെ മനോഹരമാണ്. വളരെ ആത്മീയവും സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുകയും നിങ്ങളുടെ അടുത്ത് സ്നേഹിക്കാൻ മാത്രം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഊർജമാണ് ഇന്നത്തെ വായനയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വളരെ പതുക്കെ ഒരു സാധാ നദിയെ പോലെ ശാന്തമായി ഒഴുകുന്ന ഒരു പ്രകൃതക്കാരനാണ് ഈ വ്യക്തി എന്ന് കരുതി സ്വന്തമായി കഴിവുകളില്ല, തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ല, സംസാരിക്കാൻ കഴിവില്ല എന്നല്ല. തീർച്ചയായിട്ടും അതിനെല്ലാം കഴിവുണ്ട്. പക്ഷേ സാധാരണ രീതിയിൽ മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ കാര്യങ്ങൾ ഫലപ്രാപ്തിയിലേക്ക് കൊണ്ടുവരും. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് മുഴുവൻ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.